ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് എനിക്ക് അധികം തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോകാനുണ്ട്. അത് പർച്ചേസ് ചെയ്ത് വന്നിട്ട് ഇന്ന് നമുക്ക് 5 ഹാമ്പേഴ്സ് സെറ്റാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, പാക്ക് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. ഒറ്റ ദിവസമേ നമ്മളെ മുന്നിലുള്ളൂ. സാധാരണ ഞാൻ ഹാമ്പേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ പർച്ചേസിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ബിസി ആയതുകൊണ്ട് അതിനെനിക്ക് പറ്റിയില്ല കേട്ടോ. ഇന്നൊരു 5 ഹാമ്പേഴ്സ് ചെയ്യാനുണ്ട് നമുക്ക് ഓൾറെഡി. അതായത് ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഒന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലാം ഫസ്റ്റ് തൊട്ടിന്ന് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇന്ന് നിങ്ങൾക്കും കൂടി എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്കും കാണിക്കാം. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഹാമ്പറിൽ വെച്ച് സെറ്റാക്കാൻ സിമ്പിൾ അല്ലേ, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ, ഒരു ഹാമ്പർ അല്ലേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും അറിയട്ടെ നമ്മളെ എഫേർട്ടൊക്കെ എത്രയാണ്. ഇങ്ങനെയൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലല്ലേ അവർക്കും അറിയാൻ പറ്റുള്ളൂ. ചിലവരൊക്കെ നമ്മൾ വീട്ടിലിരുന്നിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരാമെന്ന വിചാരം. എന്താ ചെയ്യുക, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്നെ പോലെ ഒരുപാട് ക്രാഫ്റ്റേഴ്സിനെ അറിയുണ്ടാവും. ഒരു ഹാമ്പർ സെറ്റാക്കി ഒരു കസ്റ്റമറെ കയ്യിൽ കൊടുക്കാൻ എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടെന്നത്. സോ നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ വാങ്ങിക്കേണ്ട എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യാനുള്ളത് എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തലേന്ന് തന്നെ. പിന്നെ അപ്പം പിടിച്ച് നോട്ട് ചെയ്തുമ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് ബുക്കിൽ ഓരോന്ന് ഇന്ന ഷോപ്പിൽ നിന്ന് ഇന്നത് വാങ്ങണം, ഇന്ന ഷോപ്പിൽ നിന്ന് ഇന്നത് വാങ്ങണം എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. ഒക്കെ നമ്മൾ പെട്ടെന്ന് എഴുതുന്നതുകൊണ്ട് അത്ര വൃത്തിക്കൊന്നും എഴുതൂല. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9:40 ആയിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോൾ വീട്ടിലെ എല്ലാ ജോലിയും കഴിച്ചിട്ടാട്ടോ ഞാൻ കോട്ടയക്ക് പർച്ചേസിങ്ങിന് പോകുന്നത്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴെങ്കിലും ഞാൻ കോട്ടയ്ക്ക് എത്തണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറമാണ്. മലപ്പുറം ഒതുക്കങ്ങളിലാണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ എനിക്ക് കോട്ടയ്ക്കാണ് പോകാനുള്ളത്. കോട്ടയ്ക്കിലാണ് ഞാൻ വാങ്ങുന്ന എല്ലാ ഷോപ്പും. അപ്പോൾ ഞാൻ ഏത് ഷോപ്പിൽ നിന്നാണ് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങുക എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ ബസ്സിനാണ് പോകാറ്. പക്ഷേ വീട്ടിൽ നിന്ന് ബസ് കയറുന്നിടത്തേക്ക് കുറച്ച് ഓട്ടോയിൽ പോകാനുണ്ട്, നടക്കാനും ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അധികം നടന്നാണ് പോകൽ. ഇന്ന് നടക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് നേരെ ഒതുക്കുങ്ങ ടൗണിൽ പോയിട്ട് ഈ ഒരു കൊക്കോബി വന്ന പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ആദ്യം കയറുന്നുണ്ട്. എനിക്കൊരു ബേബി ഹാമ്പർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഹാമ്പറിൽ വെക്കാനുള്ള ഷൂസും ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ടോ ഈ ഷോപ്പിൽ കയറിയിട്ടുള്ളത്. ഇങ്ങനെ കുട്ടികളെ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പാണ്. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം ഈ ബേബി ഹാമ്പേഴ്സ് ആണെങ്കിലും അതല്ലാതെ വേറെ ആർക്കെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഷോപ്പിൽ അധികം കയറാറുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ കസ്റ്റമറിന് അയച്ചു കൊടുത്തു, പക്ഷേ അവർക്ക് ഇഷ്ടമായില്ല. അവർക്ക് ഇഷ്ടമായത് വേറൊരു ഡ്രസ്സാണ്. അങ്ങനെ അവിടുന്ന് ഒരു ഡ്രസ്സും ഷൂസൊക്കെ എടുത്ത് ഏതാണ് ഞാൻ എടുത്തതെന്ന് ഈ ബേബി ഹാമ്പർ സെറ്റാക്കുന്ന വീഡിയോ ഉണ്ട് ഇതിൽ. അപ്പോൾ കാണിക്കാട്ടോ. അപ്പോൾ അങ്ങനെ അത് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി നേരെ കോട്ടക്ക സ്റ്റാൻഡ് വന്നിട്ട് ഇറങ്ങി. സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ എനിക്ക് സാധനം വാങ്ങാണ്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എനിക്ക് മേലെ തായ്ഫ് പോകണ്ട്. അതായത് കോട്ടക്കലുള്ള സീനത്ത് ഉണ്ടല്ലോ, പുതിയ സീനത്ത് എന്നൊക്കെ ഞങ്ങൾ പറയും. ആ പുതിയ സീനത്തിൻ്റെ അടുത്തുണ്ട് മേലെ തായ്ഫ് എന്ന് പറയും. തായ്ഫ് വേറെ, സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു തായ്ഫ് ഉണ്ട്. അപ്പോൾ അത് ഇതും കൂടെ മാറുന്നു വെച്ചിട്ടാണ് ഞങ്ങൾ മേലെ തായ്ഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മേലെ തായ്ഫൊക്കെ പോകാനുള്ളത്. അവിടുന്ന് കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്യാനുണ്ട്. എന്നിട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് വിട്ട് അവിടെ ചെന്നതിൻ്റെ ശേഷം എനിക്കൊരു ഹാൻഡ് ബാഗ് കളക്ട് ചെയ്യാണ്ടായിരുന്നു. അതൊരു വർക്കിന് വേണ്ടിയിട്ടുള്ള തന്നെയായിരുന്നു. ഈ ഒരു തായ്ഫിൽ ബാഗിൻ്റെ ഒരു കളക്ഷൻസ് മോനെ പറയാൻ വയ്യ, അത്രക്കും കളക്ഷൻസാണ് കേട്ടോ. നല്ല നല്ല അടിപൊളി ബാഗുകളാണ്. ബാഗിന് മാത്രമല്ല, കോസ്മെറ്റിക്സിനാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ഒരു തായ്ഫിൽ അടിപൊളി കളക്ഷൻസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നാൽ ഞാൻ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ഒക്കെ വാങ്ങും. അതായത് എനിക്കുള്ളത് ഇട്ടാൽ അത്രക്കും കളക്ഷൻസാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ബാഗ് നോക്കണം. കസ്റ്റമർ നമ്മളോട് ഒരു സൈഡ് ബാഗാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കസ്റ്റമറിന് ഒരുപാട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് അവർ സെലക്ട് ആക്കിയതാട്ടോ ഈ ഒരു ബാഗ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ബാഗാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കളറാണെങ്കിലും അതിൻ്റെ ഷേപ്പാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ ആ ഒരു ബാഗ് വാങ്ങി. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. പെർഫ്യൂം ഉണ്ടായിരുന്നു, ഫാൻസി ഐറ്റംസ്, അതേപോലെ സ്ക്രഞ്ചീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്നും അങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിയിട്ടോ. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും താഴേക്കോട്ടേക്ക് തന്നെ നടന്നു പോയിട്ടോ. പെട്ടെന്നൊന്നും ഓട്ടോ കിട്ടിയില്ല. അപ്പം ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ അവിടുന്ന് നേരെ ഞാൻ പോയത് താഴെക്കോട്ടൊക്കെയുള്ള അൽ അമി എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ്. കുറേ അധികം ചോക്ലേറ്റ് നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ അധികം ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാറുള്ളത്. പിന്നെ ഒരുപാട് ക്രാഫ്റ്റ്സ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് റീസ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ഇഷ്ടങ്ങളാണ്. ചില കസ്റ്റമേഴ്സിന് ഒരു ചോക്ലേറ്റ് ഇഷ്ടമാകുമ്പോൾ ചിലവർക്ക് മറ്റേത് ഇഷ്ടാവില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു ഓർഡർ കിട്ടുമ്പോൾ അവർക്കുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാൻ, ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും കളക്ട് ചെയ്യാൻ നമ്മൾ ഷോപ്പൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അവർ പറയുന്ന ചോക്ലേറ്റ് വാങ്ങിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കലില്ല, ഇതുവരെ വെച്ചിട്ടില്ല. ഇനി ഭാവിയിലേക്ക് വെക്കുമെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ദാഹിച്ചിട്ട് ഞാനൊരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിച്ചു. ഇനി നമുക്ക് അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നേരെ ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ് പോയുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറ് എന്നുള്ളത്. ഞാനിതാ ഈ ഒരു കോട്ടക്ക ടൗണിൽ ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള അല്ലമീൻ പറഞ്ഞ ചോക്ലേറ്റ് ഷോപ്പ് കണ്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ വാങ്ങിക്കുന്ന ക്രാഫ്റ്റ് ഷോപ്പ് വരുന്നത്. അതായത് സ്ലഷ് ബോക്സ്. അവരുടെ ഇൻസ്റ്റഗ്രാം ID ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിച്ച് ഇറങ്ങിയതിൻ്റെ ശേഷം നേരെ പോകുന്നത് അവരുടെ അടുത്തേക്കാണ്. അവരുടെ അടുത്ത് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി പോയിട്ട് മുകളിലാണ് അവരുടെ ഷോപ്പ് വരുന്നത്. കോട്ടക്ക ബേസ്ഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവർ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ആൾ ടൈം എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നമ്മൾ കുറച്ചധികം ഹാമ്പേഴ്സ്, ഫ്ലവേഴ്സ്, അക്രിലിക് കട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് വാങ്ങിച്ചു. അങ്ങനെ ഇന്ന് ചെയ്ത് കൊടുക്കാനുള്ള ഹാമ്പേഴ്സിൻ്റെ പർച്ചേസിങ് ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 11:55 ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് 9:40 ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ചെയ്യാനുള്ള ഹാമ്പേഴ്സിനുള്ള ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യാണ്ട്, പക്ഷെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ളതിൻ്റെ ഐറ്റംസ് മാത്രം ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള 4 ഹാമ്പേഴ്സാണ് കേട്ടോ ഇത്. അതിലൊരു ബേബി ഹാമ്പർ വരുന്നുണ്ട്, പിന്നെ 2 ബർത്ത്ഡേ ഹാമ്പർ, അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഓരോ ഹാമ്പർ എടുത്തിട്ടും അതിൽ വെക്കേണ്ട ഐറ്റംസ്, കാരണം നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് എല്ലാം കവറിലാണല്ലോ, അപ്പോൾ ആ കവറിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആദ്യം വെക്കേണ്ട ഐറ്റംസ് ഒക്കെ ആദ്യം ജസ്റ്റ് വെച്ച് കൊടുത്തു, മാറിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്താടെ ക്രാഫ്റ്റ് റൂം ഒന്ന് കാണിക്കുമെന്ന്. എനിക്കങ്ങനെ ക്രാഫ്റ്റ് റൂം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ക്രാഫ്റ്റ് റൂം പ്ലസ് ബെഡ്റൂം അങ്ങനെ തന്നെയാണ്. ഇനി ഭാവിക്ക് ഒരു ക്രാഫ്റ്റ് റൂം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിൻ്റെ ഓരോ പ്ലാനിങ്ങിലാണ്. ഇപ്പം ഇൻഷാ അല്ലാ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ബെഡ്റൂം ക്രാഫ്റ്റ് റൂം രണ്ടും ഒന്നിച്ച് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആദ്യം നമുക്ക് ഒരു ആനിവേഴ്സറി ഹാമ്പറാണ് ചെയ്യാനുള്ളത്. ഇതിലെന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് കസ്റ്റമർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പെർഫ്യൂം ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കാജൽ ആഡ് ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ്സ്, പിന്നെ ബോഡി ലോഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ഹാമ്പർ പിങ്ക് തീമിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബേബി ഹാമ്പറാണ്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് കാണിച്ചിട്ട് സെയിം അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. ഇതാണ് കേട്ടോ നമ്മൾ രാവിലെ പോയി ഷോപ്പിൽ നിന്ന് എടുത്ത ആ ഒരു ബേബി ഡ്രസ്സ്. ഇതിലും ഒരു സോഫ്റ്റ് ടോയ്, ഒരു ഫോട്ടോ ഫ്രെയിം, ഡ്രസ്സ്, ചപ്പൽ, അങ്ങനെയാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഹാൻഡ് ബാഗിൻ്റെ ഹാമ്പറാണ്. ഇതിലും ഒരു ബാഗ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്. ഇത് കസ്റ്റമർ തന്നെ ഇന്ന ചോക്ലേറ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് തന്നെ ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇതൊരു ബർത്ത്ഡേ ഹാമ്പറാണ്. ഇതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സിങ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് ഇതിൻ്റെ കളറ് ഒരു റൂബി പിങ്ക് എന്നൊക്കെ പറയുമല്ലോ അല്ലേ, ഈ കളർ കണ്ടിട്ട് തന്നെ ഞാൻ എടുത്താണ് ആ ബോക്സ്. നെക്സ്റ്റും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്, ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഇതിൽ ഒരു ഹാൻഡ് ബാഗും, ഒരു ചപ്പൽ, പിന്നെ കുറച്ച് ലൂസ് ചോക്ലേറ്റും, പിന്നെ കുറച്ച് ഡയറി മിൽക്ക്, സിൽക്കും, ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പറയാമെന്നേ. അപ്പോൾ അങ്ങനെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കുക. അവസാനം നമ്മളെ റൂമിൻ്റെ കോല ഇതാണ്, ഫുൾ അലങ്കോലായിട്ട്. അതിപ്പോൾ ഏതൊരു ഹാമ്പർ ചെയ്യാനാണെങ്കിലും എല്ലാം വലിച്ചു വാരിടേണ്ടി വരും, കാരണം ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തേക്കാരും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ ഹാമ്പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതൊക്കെയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായ? അങ്ങനെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇനി നെക്സ്റ്റ് ടാസ്ക് ഇതൊക്കെ ഫോട്ടോ എടുക്കണം. ഞാൻ ചിലപ്പോൾ പുറത്ത് പോയിട്ട് എടുക്കലുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ അർജൻറ്റുള്ള ദിവസമൊക്കെ ആണെങ്കിൽ അകത്തുനിന്ന് തന്നെ എടുക്കും. ജനാല തുറന്നിട്ടിട്ട് അധികം ഞാൻ ഡേ ലൈറ്റിൽ തന്നെ കേട്ടോ എടുക്കൽ, നൈറ്റൊന്നും അങ്ങനെ വീഡിയോ എടുക്കലില്ല. അപ്പോൾ ബെഡിൽ തന്നെ ഇങ്ങനെ സെറ്റപ്പൊക്കെ ആക്കും, തെർമാക്കോൾ വെച്ച്, പിന്നെ അടിയിൽ നമ്മൾ ഫർ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ഹാമ്പേഴ്സിൻ്റെ ഒക്കെ ഞാൻ സിമ്പിൾ രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് ഫോട്ടോ എടുക്കൽ. അങ്ങനെ എല്ലാ ഹാമ്പേഴ്സും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അപ്പം തന്നെ കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ട് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഞാൻ പാക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് റൂമിൻ്റെ അവസ്ഥ, നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇതൊക്കെ നമ്മൾ പാക്കിങ് കഴിഞ്ഞിട്ട് വേണം എല്ലാം ഓരോന്നായിട്ട് റെഡിയാക്കാൻ. അപ്പോൾ ഇനി പാക്ക് ചെയ്യാൻ തുടങ്ങാം. പാക്ക് ചെയ്യാനുള്ള ആവശ്യ സാധനങ്ങളൊക്കെ എടുക്കാം. സെല്ലോ ടാപ്പ് വേണം, ബ്രൗൺ ടാപ്പ് വേണം, ഡബിൾ ടാപ്പ് വേണം,
പിന്നെ ക്ലിം റാപ്പ് വേണം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാട്ടോ പാക്ക് ചെയ്യല്. ഞാൻ എങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൽ കാണിക്കാം. വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ ആരും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാപ്പും ഞാനിപ്പോൾ ഒട്ടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ബബിൾ റാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹാമ്പേഴ്സൊക്കെ കവർ ചെയ്യൽ. ഇത് ഞാനിങ്ങനെ വലിയ റോളായിട്ട് തന്നെ വാങ്ങിക്കലാണ് കേട്ടോ. ഇതിവിടെ കോട്ടൊക്കെ ചെങ്കുവട്ടി ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇപ്പം സമയം ഏകദേശം 4:04 ആയിട്ടുണ്ട്, ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തുടങ്ങിയതാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ 5:30 മണിയാകുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം പാക്ക് ചെയ്തിട്ട് DTDC കൊണ്ട് കൊടുക്കണം. ഞാൻ DTDC വഴിയാണ് പോസ്റ്റ് ചെയ്യൽ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ പോസ്റ്റ് വഴി പോസ്റ്റ് അവൈലബിൾ ആണോ എന്ന്. അല്ല, കാരണം ഞാൻ ഇതുവരെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നും കറക്റ്റ് സമയത്ത് കസ്റ്റമറിന് കിട്ടിയിട്ടില്ല, അതേപോലെ ഡാമേജ് ആയിട്ട് അവരെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴി സാധനം അയക്കാറില്ല, ഓൺലി DTDC അങ്ങനെയാണ് അയക്കാറ്. അപ്പോൾ ആദ്യം എല്ലാ ചോക്ലേറ്റും ഞാൻ ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവണ്ട വെച്ചിട്ടാണ്. ഇനി അതിൻ്റെ മുകളിൽ ഇതേപോലെ ക്ലിം റാപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ ശേഷം ഡബിൾ ടാപ്പ് നമ്മളെ ബബിൾ റാപ്പ് വെച്ചിട്ട് 3-4 ചുറ്റ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റി അങ്ങനെ ഈ ഒരു ബബിൾ റാപ്പ് യൂസ് ചെയ്താൽ തന്നെ നല്ല സേഫ് പാക്കിംഗ് ആണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ബ്രൗൺ ടാപ്പ് ഒട്ടിക്കും, പിന്നെ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയറിൻ്റെ ടാപ്പ് ഒട്ടിക്കും. അങ്ങനെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു. ഇതിൽ 3 എണ്ണമാണ് നമുക്ക് പോസ്റ്റ് വഴി അയക്കാനുള്ളത്, ബാക്കി നമുക്ക് ഡയറക്റ്റ് ഡെലിവറിയാണ്. സോ പോസ്റ്റ് ചെയ്യാനുള്ള 3 എണ്ണം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് നേരെ കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഗിഫ്റ്റ് ഹാമ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. ഇനി ഇതിന് ശേഷം റൂം ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഫോട്ടോസേ കസ്റ്റമർ അയച്ചു കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാനുണ്ട്. അതോടുകൂടി ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി അടുത്ത വർക്ക്സിൻ്റെ ഒക്കെ നാളെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.